ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു ബിഗിനേഴ്സിന് പറ്റിയ ഒരു അഫോർഡബിൾ മേക്കപ്പ് കിറ്റാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ മേക്കപ്പ് കിറ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റ്. ഇത് അഫോർഡബിൾ ഒരു അണ്ടർ 300, അണ്ടർ 400 അല്ലെങ്കിൽ അറൗണ്ട് 300 വരുന്ന കുറച്ചു മേക്കപ്പ് പ്രോഡക്റ്റ്സ് ബിഗിനേഴ്സിന് പറ്റിയത്. അപ്പോൾ ഞാനൊരു ബിഗിനർ തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി വീഡിയോയിലൊക്കെ എടുക്കാം. ആദ്യം ഇനി ഏതൊരു മേക്കപ്പിന് ഒരു ഫിനിഷ് കിട്ടണമെങ്കിൽ ബേസ് നിർബന്ധമാണ്. അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ ഒരു മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. എന്താ ബോൺസിൻ്റെ ഈ ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ. ഇപ്പോൾ ഒരു ചൂടല്ലേ, അപ്പോൾ ഈ ചൂട് കാലത്ത് ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീനും. അപ്പോൾ ഈ എനിക്ക് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെ സൺസ്ക്രീൻ ഇടാനും അത്ര എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തിയല്ല. ബിക്കോസ് മുഖം കുറച്ച് ബ്ലാക്ക് ആക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ മേക്കപ്പെല്ലാം ചെയ്യുന്ന സമയത്ത് സൺസ്ക്രീൻ എന്തായാലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ട് ബേസ് ആയിട്ട് ഇത് രണ്ട് മതി. കൂടുതലൊരു പ്രൊഡക്റ്റ് ബേസ് ആയിട്ട് കൂടുതലൊന്നും ആവശ്യമില്ല. ഈ രണ്ട് പ്രൊഡക്ട്സ് മതി. ആൻഡ് ഇത് രണ്ടും ഡ്രൈ ആയ ശേഷമേ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫാനിനടിയിലിരിക്കുക. കുറച്ച് ഡ്രൈ ആയ ശേഷം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എടുക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമറാണ്. അപ്പോൾ നമ്മൾ ഏതൊരു മേക്കപ്പ് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൈമർ. അപ്പോൾ പ്രൈമർ എല്ലാവരും ഇടണം നിർബന്ധമില്ല. ഈ ടെക്സ്ചറുള്ള ഫേസുള്ള സ്കിൻകാരാണെങ്കിൽ അല്ലെങ്കിൽ നല്ല വലിയ വലിയ പോർസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രൈമർ യൂസ് ചെയ്യണം. അപ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു നല്ലൊരു പ്രൈമറാണ് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഈ പോർ മിനിമൈസിങ് പ്രൈമർ. ഈ ഒരു പ്രൈമർ നല്ല ഇതും 100 സംതിങ് ആണ് ഇതിൻ്റെ റേഞ്ച്. ആൻഡ് നല്ലൊരു പ്രൈമറാണ്. ആൻഡ് ഇതിൻ്റെ തന്നെ വേറൊരു പ്രൈമർ കൂടിയുണ്ട് ഇൻസൈറ്റ് കോസ്മെറ്റിക്കിനെ കാണിച്ചു തരാം. ഈ ഒരു പ്രൈമർ ഇതും നല്ലൊരു പ്രൈമറാണ്. ആൻഡ് ഇത് എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയ നല്ല പ്രൈമറാണ്. ആൻഡ് ഇത് ഈസിലി ബ്ലെൻഡബിൾ ആണ്. കൂടാതെ ഇതൊരു 8 hour ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോങ് ലാസ്റ്റിംഗ് പ്രൈമറാണ്. അപ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ ഈ ഒരു പ്രൈമർ നല്ലൊരു പ്രൈമറാണ്. ആൻഡ് ഞാൻ കൂടാതെ ഈ ഒരു നൈക്കാൻ്റെ പ്രെപ്പ് മീ അപ്പ് ഫേസ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ടോൺ സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്. ഇത് നല്ലൊരു പ്രൈമറാണ്. ഇതൊരു 400 സംതിങ് 300 സംതിങ് ആണ് റേഞ്ച്. ഇപ്പോൾ നൈക്കാൻ്റെ സെയിലിൽ നല്ല ഒരു സെയിൽ പ്രൈസിൽ നല്ലൊരു സെയിൽ പ്രൈസിൽ കിട്ടും. ആൻഡ് ഇതും പോർ മിനിമൈസ് ചെയ്യാൻ നല്ല ഹെൽപ്പ് ആക്കുന്നുണ്ട് മേക്കപ്പിന് മുമ്പ്. അപ്പോൾ ഇത് നല്ലൊരു പ്രൈമറാണ്. ഞാൻ ഇത് അല്ലെങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു പ്രൈമറുണ്ട്. അതിലേതെങ്കിലും ഒന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് തീർന്നു പോയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പ്രൈമറും നല്ലതാണ്. പക്ഷേ ഇത് കുറച്ച് അഫോർഡബിൾ അല്ല. അണ്ടർ 300 എന്നാണ് പറയുന്നില്ല. പക്ഷെ നല്ലൊരു പ്രൈമറും കൂടിയാണിത്. ആൻഡ് ഇനിയൊരു കാര്യം പറഞ്ഞെങ്കിൽ ഈ ലാക്മേയുടെ ഈ ഒരു ഹൈലൈറ്റർ മോയ്സ്ചറൈസർ. ഇത് മോയ്സ്ചറൈസറിൻ്റെ പണിയൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഇതൊരു സ്ട്രോബ് ക്രീമായിട്ട് ഉപയോഗിക്കാം. സ്ട്രോബ് ക്രീം പോലെ തന്നെയാണ്. മേക്കപ്പിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ഫേസിനൊന്ന് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഉപയോഗിക്കാം. നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ എൻവൈബയുടെ സ്ട്രോബ് ക്രീം ഇതും നല്ല അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് മേക്കപ്പിന് മുമ്പ് ഉപയോഗിക്കാം. അല്ലാതെ ഫൗണ്ടേഷന് മുമ്പായിട്ടും ഇത് ഉപയോഗിക്കാം. അല്ലാതെ നമുക്കിത് ഫൗണ്ടേഷൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം. ഫേസിനൊന്ന് ഗ്ലോയി ചെയ്യാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പാക്കും. അപ്പോൾ ഇത് നല്ലൊരു അഫോർഡബിൾ ആയ ഒരു സ്ട്രോബ് ക്രീമാണ് എൻവൈബയുടെ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ എൻവൈബിൻ്റെ സ്ട്രോബ് ക്രീം അറിയായിരിക്കാം. ഓക്കെ, നെക്സ്റ്റും പറയുന്നത് ഈ ഒരു ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റ്. ഈ ഒരു കളർ കറക്റ്റർ ഇതിലിതാ ഇത്രയൊക്കെ കളേഴ്സ് ഉണ്ട്. നമുക്ക് ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ ഫൈൻ ലൈൻസോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് സ്പോട്ട്സോ എല്ലാം ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ആക്കുന്ന ഒരു എക്സ്ട്രീംലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു കളർ കറക്റ്ററാണ്. അപ്പോൾ ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ വേറെ ഒരു കൺസീലറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും മതി. ഇതിൽ കൺസീലർ ഉണ്ട്, കളർ കറക്റ്റർ ഉണ്ട്, എല്ലാം മൊത്തത്തിൽ ഏതൊക്കെയോ പ്രശ്നമുണ്ട് അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കളർ കറക്റ്ററാണിത്. അഫോർഡബിൾ ആണ്. ഒരു 200 സംതിങ്ങിന് ഇത് നമുക്ക് കിട്ടും. നല്ലൊരു പ്രൊഡക്റ്റാണ്. കൂടാതെ നമുക്ക് ഈ കളർ കറക്റ്റർ തന്നെ വേണമെന്നില്ല. ഇതിന് പകരം നമുക്ക് ഓറഞ്ച് ലിപ്സ്റ്റിക്കോ അങ്ങനെ ഓറഞ്ച് കൺസീലറോ ഉപയോഗിച്ചിട്ട് പിന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസീലർ ഉപയോഗിച്ചിട്ട് നമുക്ക് കളർ കറക്റ്റ് അണ്ടർ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും ഒരു കളർ കറക്റ്ററായിട്ട്. അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാത്ത ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചെങ്കിൽ മൊത്തത്തിലൊരു എല്ലാ ഒരു പ്രശ്നവും സോൾവ് ചെയ്യാൻ നല്ലൊരു കളർ കറക്റ്ററാണ്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഒരു കൺസീലറിനെ പറ്റി പറയാം. അഫോർഡബിൾ ആയിട്ടുള്ള ഫുൾ കവറേജ് തരുന്ന ഒരു അടിപൊളി കൺസീലർ. ഇതാണ് സ്വിസ് ബ്യൂട്ടിൻ്റെ ലിക്വിഡ് കൺസീലർ. നല്ലൊരു കൺസീലറാണ്. ഇത് ഫുൾ കവറേജ് നമുക്ക് തരുന്നുണ്ട്. എൻ്റെ അടുത്ത് 3 ഷെയ്ഡ് ഉണ്ട്. ഡാർക്ക് ലൈറ്റ്, ഒന്നും കൂടി ലൈറ്റ് ഷെയ്ഡ്. ആൻഡ് ഇത് ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് അണ്ടർ ഐസിൽ തേച്ച് ബ്ലെൻഡ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഡ്രൈ ആയ ശേഷം ഈ ലൈറ്റ് നമ്മുടെ സ്കിന്നിനേക്കാളും ഒന്നും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് അണ്ടർ ഐസിൽ
ബ്ലെൻഡ് ചെയ്ത് കൊടുത്തെങ്കിൽ നമുക്ക് ഈ ഗ്രീനി ഡാർക്ക് നല്ലോണം നമുക്കൊന്ന് ഈ കൺസീലർ ഇട്ട ശേഷം നമുക്ക് കുറച്ച് കണ്ണിനടിയിൽ കുറച്ച് ഒരു ഗ്രീനിഷ് ഒരു ബ്ലൂയിഷ് ആയിട്ട് വരുന്നല്ലോ. അപ്പോൾ അത് വരുന്നില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ തന്നെ ഷെയ്ഡ് കൺസീലർ കണ്ണിനടിയിൽ ഉപയോഗിക്കരുത്. ഒന്നും കൂടി ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്, കാരണം ഇല്ലെങ്കിൽ ഒരു കളർ കറക്റ്റർ ഉപയോഗിക്കാം. ആ കളർ കറക്റ്റർ ഉപയോഗിച്ചിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അതുകൂടാതെ കുറച്ച് ഡാർക്ക് നമ്മളെക്കാളും ഒന്നും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള കൺസീലർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാം. അതുകൂടാതെ ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് ഞാൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഐ ഷാഡോ എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡും ഞാൻ ഈ ഒരു കൺസീലർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഫുൾ കവറേജ് തരുന്നുണ്ട്, അഫോർഡബിൾ ആണ്. ആൻഡ് ബിഗിനേഴ്സിൻ്റെ കിറ്റിൽ എന്തായാലും വേണ്ട നല്ലൊരു കൺസീലറാണ്. കാരണം ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു ഫുൾ കവറേജ് കൺസീലർ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിൻ്റെ കൺസീലറേ പറയൂ. കാരണം നല്ലൊരു കൺസീലറാണ്. ഞാൻ ഇതിനു മുമ്പ് മെബിലിൻ്റെ യൂസ് ആക്കിയിട്ടുണ്ട് കൺസീലർ. അതിനേക്കാളും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സ്വിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു കൺസീലറാണ്. അഫോർഡബിളുമാണ്, നല്ലൊരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, നല്ല എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയ ഒരു ഫൗണ്ടേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മെബിലിൻ്റെ ഈ ഫിറ്റ് മീ ഈ ഒരു ഫൗണ്ടേഷനാണ് പറയും. പക്ഷേ ഇത് ഒരു 200 സംതിങ് ആണ് ഇതിൻ്റെ റേഞ്ച്. 1 സംതിങ്ങിന് ഇത് കിട്ടുന്നുണ്ട്, 180-190 റുപ്പീസിനും ഇത് കിട്ടുന്നുണ്ട്. നല്ലൊരു ഫൗണ്ടേഷനാണ്, എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയ ഒരു മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷനാണ്. പക്ഷേ ഇത് ചെറിയ ട്യൂബിൽ ഫുൾ എല്ലാ ഷെയ്ഡും എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല. പക്ഷേ ഇതിനേക്കാളും ഒന്നും കൂടി കുറച്ച് വലിയ ട്യൂബ് ഉണ്ട്, അതിൽ എല്ലാവർക്കും പറ്റിയ ഷെയ്ഡ് അതിലുണ്ട്. അത് ഒരു 300 സംതിങ്ങിന് കിട്ടും. ആൻഡ് ഇത് അണ്ടർ 300-ന് പറ്റിയ അണ്ടർ 300-ലുള്ള നല്ലൊരു ഫൗണ്ടേഷനാണ്. നല്ല ഫിനിഷിങ് തരുന്നുണ്ട്. ഇത് ഒരു മീഡിയം ഒരു ഫുൾ കവറേജ് ഫിനിഷ് ഇത് തരുന്നുണ്ട്. ഒരു ഫുൾ കവറേജ് ഫിനിഷ് നമുക്കിത് തരുന്നുണ്ട്. ആൻഡ് ഇത് ഒന്നും കൂടി ഓയിലി സ്കിൻകാർക്കാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഇതൊരു മാറ്റ് ഫിനിഷ് അല്ലേ, അതുകൊണ്ട് ഇത് ഓയിലി സ്കിൻകാർക്ക് പറ്റിയൊരു നല്ല ഫൗണ്ടേഷനാണ്. അപ്പോൾ ഡ്രൈ സ്കിൻകാർക്ക് ചോദിച്ചെങ്കിൽ ഞാൻ ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ ഫൗണ്ടേഷൻ ഏതെന്ന് ചോദിച്ചാൽ മാർസിൻ്റെ ഫൗണ്ടേഷൻ അതും നല്ലതാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർ എപ്പോഴും ഒരു ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ ശ്രമിക്കുക. കുറച്ച് മാറ്റ് ഫിനിഷുള്ള ഫൗണ്ടേഷൻ അവർക്ക് ഇടുമ്പോൾ അത് ഫേസിന് ഒന്നും കൂടി ഡ്രൈ ആക്കും. അപ്പോൾ ഒരു ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല ഹൈഡ്രേറ്റ് ആക്കിയിട്ട് നല്ലതായിട്ട് നമുക്ക് നല്ലൊരു ഫിനിഷ് തരും. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഡ്രൈ സ്കിൻകാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആയിരിക്കും ഇതാ ഈ കെ ബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ. ആൻഡ് ഇത് അഫോർഡബിൾ ഒന്നുമല്ല, 900-1000 സംതിങ് ഇതിന് റേഞ്ച് ഉണ്ട്. പക്ഷേ ഇത് നല്ല ഡ്യൂയി ഗ്ലോയി ഫിനിഷ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയൊരു ഫൗണ്ടേഷനാണ്. അഫോർഡബിൾ അല്ല, പക്ഷെ നല്ല ഫൗണ്ടേഷനാണ്. ഞാൻ ഇതും അപ്ലൈ ചെയ്യാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു നല്ലൊരു നാച്ചുറൽ ആയിട്ട് ഇത് ഫുൾ കവറേജ് ഫൗണ്ടേഷൻ അല്ല, ഒരു മീഡിയം കവറേജാണ്. അതുകൊണ്ട് ഇത് ഫുൾ കവറേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നില്ല, മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ്. പക്ഷേ ഇത് നല്ല നാച്ചുറലി ഗ്ലോയി ഫിനിഷ് നമുക്കിത് തരുന്നുണ്ട്. ആൻഡ് ഇതൊരു ടിൻറ്റഡ് ഫൗണ്ടേഷനാണ്. ഈ ലോറിയലിൻ്റെ ടിൻറ്റഡ് സിറം ഫൗണ്ടേഷൻ പോലെ അതുപോലെ തന്നെ സെയിം ഇതൊരു ടിൻറ്റഡ് ഫൗണ്ടേഷനാണ്, നല്ല ഫൗണ്ടേഷനാണ്. ആൻഡ് അതേപോലെ തന്നെ ഇതും ഒരു ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ ഒരു ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ നല്ലൊരു ടിൻഡാണ്. ഇതും ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം. ഇത് ഫുൾ കവറേജ് ഒന്നുമില്ല, മീഡിയം കവറേജ് ആണ്. ആൻഡ് അഫോർഡബിൾ ഒന്നുമല്ല, 600 സംതിങ് ഉണ്ട്. പക്ഷേ ഞാൻ ഒന്ന് കാണിച്ചെന്നുള്ളൂ, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതുപോലെ തന്നെയാണ് ഇതും, പക്ഷേ ഇത് കുറച്ചും കൂടി കവറേജ് തരുന്നുണ്ട്. പക്ഷേ ഇത് ഫുള്ള് നമുക്കൊരു ഗ്ലാസി ഗ്ലോയി ഒരു കൊറിയൻ ടൈപ്പ് ഒരു സ്കിന്നാണ് നമുക്കിത് തരുന്നത്. നല്ല ഗ്ലാസി സ്കിന്നാണ് ഇത് തരുന്നത്. ആൻഡ് ഇത് ഫൗണ്ടേഷൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു സ്കിൻ ടിൻറ്റ് ഉപയോഗിക്കാം, നല്ലൊരു സ്കിൻ ടിൻറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു കെ ബ്യൂട്ടീൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. കാരണം ഇതൊരു ഫൗണ്ടേഷന് പോലെയല്ല, നല്ലൊരു ഗ്ലോയി ഗ്ലാസി ഫിനിഷാണ് ഇത് തരുന്നുണ്ട്. ഇത് മീഡിയം കവറേജ് ആണ്. ഇതും അതുപോലെ തന്നെയാണ്. ആൻഡ് ഈ ഒരു ഫൗണ്ടേഷൻ ഓയിലി സ്കിൻകാർക്ക് പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. ഇത് കൂടാതെ മാർസിൻ്റെ ഫൗണ്ടേഷനും നല്ല ഫുൾ കവറേജ് തരുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ്. ആൻഡ് നൈക്കയുടെ ഒരു ടിൻറ്റഡ് ഫൗണ്ടേഷൻ ഉണ്ട്, അതും നല്ലൊരു ഫൗണ്ടേഷനാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയത് നല്ലൊരു കവറേജ് തരുന്ന ഒരു മീഡിയം കവറേജ് തരുന്ന ഒരു നല്ലൊരു ഫൗണ്ടേഷനാണ്. അപ്പം നെക്സ്റ്റിലേക്ക് കാണിക്കാം. ഈ നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു CC ക്രീം കാണിച്ചു തരാം. എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയ, ഡ്രൈ ആയിക്കോട്ടെ ഓയിലി ആയിക്കോട്ടെ, എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയ നല്ലൊരു CC ക്രീം കാണിച്ചു തരാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു CC ക്രീമാണ് ദ ലാക്മേയുടെ ഈ ഒരു CC ക്രീം. ഇതൊരു 5-6 എന്തോ ഷെയ്ഡ് എന്തോ ഉണ്ട്. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിൽ ബ്രോൺസേഡ് 03 ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തീർന്നു പോയിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട്. ആൻഡ് ഇത് നല്ലൊരു CC ക്രീമാണ്. ഫൗണ്ടേഷൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഈ ഒരു CC ക്രീമും ഇടാം. അതും ഫൗണ്ടേഷൻ ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കൺസീലർ വെച്ചിട്ടും നമുക്ക് മേക്കപ്പ് ഫിനിഷ് ചെയ്യാം. ഫൗണ്ടേഷൻ തന്നെ വേണമെന്നില്ലേ, കൺസീലർ വെച്ചിട്ട് നമുക്ക് എല്ലാം ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു
മേക്കപ്പ് ഫിനിഷ് ചെയ്യാനും പറ്റും. അപ്പം ഫൗണ്ടേഷൻ വേണമെന്നില്ല, ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ ഫൗണ്ടേഷൻ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു CC ക്രീമും നല്ലൊരു അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആൻഡ് ഈ ഒരു നിങ്ങൾ ഫൗണ്ടേഷൻ പറഞ്ഞില്ലേ, ഈ ഒരു മെബിലിൻ്റെ ഫൗണ്ടേഷൻ ഈസിലി ബ്ലെൻഡബിൾ ആണ്, നല്ലൊരു ഫൗണ്ടേഷനാണ്. കൂടാതെ ഈ ഒരു ടിൻറ്റ് നല്ല ബട്ടർ പോലെ നമുക്കിത് ബ്ലെൻഡ് ആവും. അത്രയും നല്ലൊരു ഫിനിഷ് ഇത് തരുന്നുണ്ട്, നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ K-Beautyയുടെ ഫൗണ്ടേഷൻ നമുക്കിതിന് ബ്രഷ് വേണമെന്നില്ല, കയ്യിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ ഇത് ബ്ലെൻഡ് ആയിക്കോളും, ബ്രഷ് നിർബന്ധമില്ല. ഇതിനും അതുപോലെ തന്നെ കയ്യിൽ തന്നെ നമുക്കിത് ബ്ലെൻഡ് ആക്കാം. ബ്ലെൻഡറിൻ്റെ ഈ രണ്ട് ടിൻറ്റിനും അല്ലെങ്കിൽ ഫൗണ്ടേഷനും ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല, കയ്യിൽ തന്നെ ബ്ലെൻഡ് ആയിക്കോളും. ഈസിലി ബ്ലെൻഡബിൾ ആണ്, നല്ല ഫൗണ്ടേഷനാണ്. ആൻഡ് ഇതും നല്ലൊരു ഫൗണ്ടേഷൻ കൂടിയാണ്, അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷൻ. നെക്സ്റ്റ് ഞാൻ ലൂസ് പൗഡർ പണിയുന്നുണ്ടെങ്കിൽ നമുക്ക് മെബിലിൻ്റെ ലൂസ് പൗഡർ നല്ലൊരു ലൂസ് പൗഡറാണ്. ആൻഡ് അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്, 500 സംതിങ് ആണ്. അപ്പോൾ അണ്ടർ 300 വരില്ല. അപ്പം ഞാൻ ലൂസ് പൗഡറായിട്ട് അണ്ടർ 300 പറയുന്നത് ഈ ഒരു പോൺസിൻ്റെ നാച്ചുറൽ ഫേസ് പൗഡറാണ്. ഇത് ഞാൻ ലൂസ് പൗഡറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് മേക്കപ്പ് ഒന്ന് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി, അണ്ടർ ഐസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൂസ് പൗഡർ ഞാൻ ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു ലൂസ് പൗഡറാണ്. അതല്ലാതെ നമുക്ക് സാധാരണയായിട്ടും ഇത് പൗഡർ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇത് ലൂസ് പൗഡറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ആൻഡ് ഇത് അണ്ടർ 300 ഒബ്വിയസ്ലി വരും. ആൻഡ് അതല്ലാത്ത നമുക്ക് നമ്മുടെ മെബിലിൻ്റെ ലൂസ് പൗഡർ എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയ നല്ലൊരു ലൂസ് പൗഡറാണ്. പക്ഷേ അത് അണ്ടർ 300 ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഉൾപ്പെടുത്താത്തത്. പക്ഷേ അത് നല്ലൊരു ലൂസ് പൗഡറും കൂടിയാണ്. കൂടാതെ കോമ്പാക്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവില്ല. അപ്പം ഈ മേക്കപ്പ് കിറ്റിൽ കോമ്പാക്റ്റിൻ്റെ ആവശ്യമില്ല നമുക്കൊരു മേക്കപ്പ് കിറ്റ് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ എന്താ ഈ കോമ്പാക്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 3-4 വർഷങ്ങളായിട്ട് റീപർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പാക്റ്റ് ആണ് ഈ ലാക്മേയുടെ ഈ ഒരു കോമ്പാക്റ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ 3rd പർച്ചേസാണ്. ആൻഡ് എനിക്ക് ഈ കോമ്പാക്റ്റ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഉപയോഗിച്ചിട്ട് ഇതും തീരാറായിട്ടുണ്ട്. നല്ലൊരു കോമ്പാക്റ്റ് ആണ്. എനിക്കിത് നല്ല ഫിനിഷും തരുന്നുണ്ട്, നല്ലൊരു കോമ്പാക്റ്റും കൂടിയാണ്. അതുപോലെ തന്നെ ഈ മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് പൗഡറും ഇതും നല്ലൊരു കോമ്പാക്റ്റ് പൗഡറാണ്. ആൻഡ് ഇതും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു കോമ്പാക്റ്റ് പൗഡറാണ്. ഇത് 200 സംതിങ് എന്താണ് ഇതിൻ്റെ റേഞ്ച്. അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു കോമ്പാക്റ്റ് പൗഡറാണ്. ആൻഡ് ഇത് ഒരു 300 ഇത് അറൗണ്ട് 300 ഈ ഒരു കോമ്പാക്റ്റും കിട്ടുന്നുണ്ട്. ആൻഡ് ഇതും നല്ലൊരു കോമ്പാക്റ്റ് കൂടിയാണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഐ ഷാഡോ കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് ഐ ഷാഡോ ഈ മാർസിൻ്റെ ഈ ഒരു ഐ ഷാഡോ ആണ്. ഇത് നല്ലൊരു അടിപൊളി ഐ ഷാഡോ ആണ്. ആൻഡ് ഇത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ, ഇതിൻ്റെ മൂടി പൊട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അണ്ടർ 300 റുപ്പീസിന് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഐ ഷാഡോ പാലറ്റാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് എത്രയെന്ന് പറയാം. ആൻഡ് ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡിലും ഈ ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. ആൻഡ് ഇത് 299 ആണ് റേഞ്ച്. പക്ഷേ ഇത് സെയിലിൽ നിങ്ങൾക്ക് 200 സംതിങ്ങിനും കിട്ടും. പിന്നെ ഫസ്റ്റ് ക്രൈയിൽ ഇത് 170-180 റുപ്പീസിന് വരെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ മാർസിൻ്റെ ഒരു ബേസിക് ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. അതും നല്ലൊരു ഐ ഷാഡോ പാലറ്റാണ്. അതിൽ ന്യൂഡ് കളേഴ്സ് ഉണ്ട്. ഇത് നല്ല രീതിയിൽ ലാസ്റ്റും ചെയ്യുന്നുണ്ട് ഈ ഐ ഷാഡോ. പിന്നെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഐ ഷാഡോ ഏതെന്ന് ചോദിച്ചെങ്കിൽ ഞാൻ നൈക്കാടത ഈ ഒരു ഐ ഷാഡോ പാലറ്റ് കാണിച്ചു തരും. പക്ഷേ ഇത് അണ്ടർ 300 അല്ല, ഞാൻ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഈ ഒരു ഐ ഷാഡോ പാലറ്റും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഈസിലി ബ്ലെൻഡബിൾ ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് വീണ്ടും പൊട്ടിയതാണ് ഈ ഒരു ഐ ഷാഡോ പാലറ്റ്. ഇതും പക്ഷേ ഇതിൽ ഫുള്ള് പിങ്കി ഷെയ്ഡാണ്. ഞാൻ പിങ്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പിങ്കി ആയിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം നല്ല ന്യൂഡ് ഷെയ്ഡൊക്കെ ഈ ഒരു പാലറ്റിലുണ്ട്. ഇത് 03 or 02 എന്തോ ആണ് ഇത് ഷെയ്ഡ് നമ്പർ എത്രയെന്ന് കാണിക്കുന്നില്ല. ആൻഡ് ഇത് 02 ഇത് 02 ആണ്. അപ്പോൾ ഇതിൻ്റെ 03 ഉണ്ട് 1 ഉണ്ട്. അപ്പോൾ എനിക്ക് അത് രണ്ടിനേക്കാളും ഈ ഷെയ്ഡ് ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഈസിലി ബ്ലെൻഡബിൾ ആണ്. നല്ല ഫിനിഷും ഈ ഐ ഷാഡോ പാലറ്റ് തരുന്നുണ്ട്. അപ്പം ബ്ലഷ് ഞാൻ ഏത് റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ബ്ലഷ്. ഇത് നല്ലൊരു ബ്ലഷാണ്, അഫോർഡബിൾ ആയിട്ടുള്ള ബ്ലഷാണ്. 86 സംതിങ് എന്താണ് റേഞ്ച്. ഈസിലി ബ്ലെൻഡബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്ലഷും കൂടിയാണ് ഈ ഇൻസൈറ്റിൻ്റെ ഈ ഒരു ബ്ലഷ്. ആൻഡ് ഇത് ബ്ലഷ് മാത്രമായിട്ടല്ല, നമുക്ക് ചീക്കിലേക്കും ഇത് നമുക്ക് ലിപ്പിലേക്കും അല്ലെങ്കിൽ ഐ ഷാഡോ ആയിട്ടും ഈ ഒരു ബ്ലഷ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഐ ഷാഡോ ആയിട്ടും ഈ ഇത് ഉപയോഗിക്കാം. നമുക്ക് ലിപ്പിലേക്ക് ഒരു ടിൻ്റായിട്ടും ഇത് ഉപയോഗിക്കാം. ആൻഡ് നല്ലൊരു
ബ്ലഷും കൂടിയാണ് ഇത്. ആൻഡ് ഇത് അഫോർഡബിൾ ആണ്. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിൻ്റെ മേക്കപ്പ് കിറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്ലഷ് ചോദിച്ചാൽ എന്താ ഈ ഒരു ബ്ലഷ് നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാം. അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്ലഷാണ് ഈ ഒരു ബ്ലഷ്, ഇൻസൈറ്റിൻ്റെ ഈ ഒരു ബ്ലഷ്. നിങ്ങൾക്കൊരു ഫിക്സഡ് സ്പ്രേ പറഞ്ഞു തരാം. നമുക്ക് ഫിക്സഡ് സ്പ്രേ എന്തായാലും നമുക്ക് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് സ്പ്രേ എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് സ്പ്രേ ചോദിച്ചെങ്കിൽ ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിൻ്റെ മാറ്റ് മേക്കപ്പ് ഫിക്സറാണ് കാണിച്ചു തരിക. ഈ ഒരു ഫിക്സർ നല്ല ലാസ്റ്റ് ചെയ്യും മേക്കപ്പ്. അഫോർഡബിൾ ആണ്, അണ്ടർ 300 തന്നെയാണ്. ഒരു സെയിലിൽ നമുക്കിത് അണ്ടർ 300 നമുക്ക് എന്തായാലും ലഭിക്കും. ബിഗിനേഴ്സിൻ്റെ മേക്കപ്പ് കിറ്റിൽ നല്ല നിർബന്ധമായിട്ട് ഒരു മേക്കപ്പ് ഫിക്സറും വേണം, കാരണം അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ഫിക്സർ അടിപൊളിയാണ്. ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബ്രഷും കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നത് മേക്കപ്പ് ബ്രഷ് ഇതാണ്, ഫൗണ്ടേഷൻ ബ്രഷ്. സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ബ്രഷാണ്. 200 സംതിങ് ആണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇതും നല്ല ഒരു നമുക്ക് മേക്കപ്പ് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ ഇത് നല്ല രീതിയിൽ ഈ ബ്രഷ് ഹെൽപ്പ് ആക്കുന്നുണ്ട്. ആൻഡ് ഇതാ നല്ല സോഫ്റ്റ് ബ്രഷാണ് ആൻഡ് ഇത് അഫോർഡബിൾ ആണ്. ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു മേക്കപ്പ് ബ്രഷും കൂടിയാണ്. ഈ ബ്രഷ് നിർബന്ധമില്ല, ബ്ലെൻഡറാവും, നമുക്ക് ബ്ലെൻഡറും ഉപയോഗിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ഒരു മസ്കാര കാണിച്ചു തരാം. അഫോർഡബിൾ ആയിട്ടുള്ള അണ്ടർ 300 റുപ്പീസിന് അടിപൊളി ഒരു മസ്കാരാണ്. ഇത് മെബിലിൻ്റെ ഒരു ഹൈപ്പർ കേൾ വാട്ടർ പ്രൂഫ് മസ്കാര. ഇത് നല്ല മസ്കാരാണ് നമ്മുടെ. ആൻഡ് ഇത് നമ്മുടെ ലാഷസിന് നല്ല വോള്യൂം തരുന്നുണ്ട്. ആൻഡ് ഇത് വാട്ടർ പ്രൂഫുമാണ്. ആൻഡ് ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് കുറച്ച് നമുക്കിത് എടുക്കാൻ, ഇതൊന്ന് മായ്ച്ച് കളയാൻ കുറച്ച് പാടാണ് ആൻഡ് ഇത് നമുക്ക് മേക്കപ്പ് റിമൂവർ തന്നെ വേണം. പിന്നെ ഇത് റിമൂവ് ആക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലാഷസ് ഇങ്ങനെ കുറച്ചായിട്ട് ഇളകി വരും. അതാണ് വാട്ടർ പ്രൂഫിൻ്റെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് വെച്ചത്. പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ ലാഷസ് ഇങ്ങനെ ഇളകി വരും. അതാണ് വാട്ടർ പ്രൂഫിൻ്റെ ഒരു നെഗറ്റീവ്. അതല്ലാത്ത ഈ വാട്ടർ പ്രൂഫ് അല്ലാത്ത ഈ ഒരു മെബിലിൻ്റെ തന്നെ ഒരു മസ്കാര ഉണ്ട്, വാട്ടർ പ്രൂഫ് അല്ലാത്തതും വിത്തൗട്ട് വാട്ടർ പ്രൂഫ്. അപ്പോൾ ആ ഒരു മസ്കാര നമുക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ ഈ മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമുക്ക് നല്ല വോള്യൂം തരുന്നു ഈ മസ്കാര. നല്ലൊരു മെബിലിൻ്റെ നല്ലൊരു മസ്കാരയാണ്. അഫോർഡബിൾ റേഞ്ചിന് ഉള്ള ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു മസ്കാരമാണ്. വിത്തൗട്ട് വാട്ടർ പ്രൂഫ് വാങ്ങിയതാണ് ഒന്നും കൂടി നല്ലത് ഞാൻ പറയും. ആൻഡ് ലാസ്റ്റ് ഒരു കാര്യം കൂടി, മേക്കപ്പിന് ഒരു കംപ്ലീറ്റ് ലുക്ക് തരണമെങ്കിൽ നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ലിപ്സ്റ്റിക്. അപ്പം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഫേസസ് കാനഡൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ആൻഡ് ഇത് അണ്ടർ 300 അല്ല, ഇത് അണ്ടർ 200 റുപ്പീസാണ്. ഇതിന് ഇത് 160-170 റുപ്പീസിന് കിട്ടും. ഫസ്റ്റ് ക്രൈയിൽ ഇത് 120 റുപ്പീസ് റേഞ്ചിന് വരെ ഈ ലിപ്സ്റ്റിക് കിട്ടും. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഷെയ്ഡ് ആ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇത് എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഒരു 6 hour-എങ്കിൽ 6 hour ലാസ്റ്റ് ചെയ്യും. ഡെയിലി വെറൈറ്റി ഉപയോഗിക്കാം. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലൊരു ലിപ്സ്റ്റിക്കും കൂടിയാണ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് അണ്ടർ 300 റുപ്പീസിൽ ഇനിയൊരു സജസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക്, ഇത് മെബിലിൻ്റെ സെൻസേഷണൽ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇതും ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയ അടിപൊളി ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിനുള്ളത്. ആൻഡ് ഇത് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും. ആൻഡ് അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഈ 2 ലിപ്സ്റ്റിക് ഞാൻ നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ബിക്കോസ് ഇത് ബിഗിനേഴ്സിൻ്റെ മേക്കപ്പ് കിറ്റിന് പറ്റിയ 2 അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഈ 2 ലിപ്സ്റ്റിക്കും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇപ്പോൾ അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്ക് ഇതാണ്, ഈ ഒരു ഷെയ്ഡ് ഇതാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്, അഫോർഡബിൾ ആണ്. ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് 2 ലിപ്പ് ലൈനർ പരിചയപ്പെടുത്തി തരാം. ആൻഡ് ഒന്ന് മാർസിൻ്റെ ഈ ഒരു ലിപ്പ് ലൈനർ, അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്പ് ലൈനർ. ഇത് രണ്ടും ഒരേ ഷെയ്ഡാണ്. ഇതോ കാണുന്നെന്ന് വിചാരിക്കുന്നു. ഇത് 2 ഒരേ ഷെയ്ഡാണ്, പക്ഷെ ബ്രാൻഡ് മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഇതൊരു നല്ല 2 ലിപ്പ് ലൈനേഴ്സ് ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിൻ്റെ മേക്കപ്പ് കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ലിപ്പ് ലൈനേഴ്സ് ആണ് മാർസും സ്വിസ് ബ്യൂട്ടിയും. ഇത് അണ്ടർ 300 അല്ല, അണ്ടർ 100 റുപ്പീസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇതും 64 സംതിങ്ങും ഇതും അതുപോലെ തന്നെ 60 സംതിങ് ആണ് റേഞ്ച്. നല്ല ലിപ്പ് ലൈനറാണ്. ഇത് രണ്ടിലും ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ ഇതായിരിക്കും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക, കാരണം ഇതിനേക്കാളും എനിക്കൊന്നും കൂടി നല്ലതായിട്ട് തോന്നുന്നത് ഈ മാർസിൻ്റെ ഈ ഒരു ലിപ്പ് ലൈനറാണ്. നല്ലൊരു ലിപ്പ് ലൈനറാണ്. ഇതും നല്ലതാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ലിപ്പ് ലൈനറാണ്. ഇപ്പോൾ കാണിച്ച പ്രൊഡക്ട്സ് ഒക്കെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ബിഗിനേഴ്സിൻ്റെ മേക്കപ്പ് കിറ്റിൽ വരുന്ന അഫോർഡബിൾ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സും ആൻഡ് അടിപൊളി പ്രൊഡക്ട്സ് ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഞാൻ നിങ്ങൾക്കും ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നല്ല പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾക്ക് ബിഗിനേഴ്സിൻ്റെ മേക്കപ്പ് കിറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.